നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യം, എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഗ്രോ ബാഗ് നമ്മൾ നിറയ്ക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, ഗ്രോ ബാഗിനകത്ത് നമ്മൾ ഏറ്റവും അത്യാവശ്യമായിട്ട് ചേർക്കുന്നത് മണ്ണ്, ചകിരിച്ചോറ്, ചാണകപ്പൊടി, കരിയില, പിന്നെ ഞാൻ എടുത്തേക്കുന്നത് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും. വേപ്പിൻ പിണ്ണാക്ക് പൗഡറാണ്, വേപ്പിൻ പിണ്ണാക്ക് പൊടിഞ്ഞതാണ് എടുത്തേക്കുന്നത്. അതേപോലെ തന്നെ എടുത്തിട്ടുള്ള വേറൊരു സാധനമാണ് മണ്ണിര കമ്പോസ്റ്റ്. അപ്പം ഇനി നമുക്കിത് എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോൾ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ചാണകപ്പൊടി, മണ്ണ്, അതേപോലെ തന്നെ ചകിരിച്ചോറ്, ഇത് മൂന്നും കൂടെ 1:1:1 എന്ന അനുപാതത്തിൽ മിക്സ് ചെയ്യുകയാണ് ആദ്യമേ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുമ്പായിട്ട് ഈ മണ്ണ് ഞാനാണെങ്കിൽ കുമ്മായം ചേർത്ത് ഒരു 15 ദിവസം മുമ്പിട്ട് കുമ്മായം ചേർത്ത് ട്രീറ്റ് ചെയ്ത മണ്ണാണ്. നമ്മൾ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടിക്ക് കേടുവരാനുള്ള സാധ്യതകൾ ഉണ്ട്. ചെടിക്ക് പല രീതിയിലുള്ള രോഗങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ചകിരിച്ചോറ് കടയിൽ നിന്ന് വാങ്ങിയത് കഴുകി എടുത്തതാണ്, കഴുകി എടുത്ത ചകിരിച്ചോറാണ്. അതേപോലെ തന്നെ ചാണകപ്പൊടി, ഇത് മൂന്നും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് മിക്സ് ചെയ്യാം. അങ്ങനെ ഈ മിക്സിനകത്തേക്ക് നമുക്കിനി എല്ലുപൊടിയും അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കാം. വേപ്പിൻ പിണ്ണാക്ക് ഞാൻ എടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ, വേപ്പിൻ പിണ്ണാക്ക് പൗഡർ ആയിട്ടുള്ള വേപ്പിൻ പിണ്ണാക്ക് എടുത്തേക്കുന്നത്. ചെടികൾക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ നൈട്രജൻ വളരെയധികം കിട്ടാൻ വേണ്ടിയിട്ട് വേപ്പിൻ പിണ്ണാക്ക് വളരെയധികം സഹായിക്കും. അങ്ങനെ ഈ രണ്ട് ഘടകങ്ങളിലൂടെ നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും അതേപോലെ തന്നെ 100 ഗ്രാം എല്ലുപൊടിയും നമ്മൾ ചേർത്ത് കൊടുക്കുന്നു. ഇനി ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു സംഭവമാണ് മണ്ണിര കമ്പോസ്റ്റ്. ഞാൻ സാധാരണ ഗ്രോ ബാഗ് നിറയ്ക്കുമ്പോഴെല്ലാം ഒരു ബാഗിൽ ഏകദേശം ഒരു 100 ഗ്രാമോളം, മിനിമം 100 ഗ്രാമെങ്കിലും മണ്ണിര കമ്പോസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. നല്ല രീതിയിൽ വേരോട്ടം ലഭിക്കാനും അതേപോലെ തന്നെ ചെടിയുടെ പെട്ടെന്നുള്ള വളർച്ചയ്ക്കും മണ്ണിര കമ്പോസ്റ്റ് വളരെയധികം സഹായിക്കും. ഞാൻ എടുത്തേക്കുന്ന മണ്ണിര കമ്പോസ്റ്റ് മൃഗസംരക്ഷണ വകുപ്പിൻ്റെ, അതായത് ഇതിന് 1 കിലോയ്ക്ക് 18 രൂപയെ വരുന്നുള്ളൂ. അപ്പം 100 ഗ്രാമിന്, അതായത് നമ്മുടെ ഒരു ഗ്രോ ബാഗ് നിറയ്ക്കാൻ വേണ്ടുന്നതിന് വെറും 1 രൂപ 80 പൈസ മാത്രമേ, 2 രൂപയ്ക്ക് അകത്ത് മാത്രമേ ചിലവ് വരത്തുള്ളൂ. അപ്പം നമുക്ക് ഏകദേശം ഒരു 100 ഗ്രാമോളമെങ്കിലും നമുക്ക് നമ്മൾ ഈ ചേർത്ത എല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. ഇപ്പോൾ നമ്മുടെ മിക്സിങ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രോ ബാഗ് എങ്ങനെയാണ് നമുക്ക് നിറയ്ക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. തറയിൽ വെച്ച് ജസ്റ്റ് അകത്തു നിന്ന് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രോ ബാഗിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിയില ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എടുത്തേക്കുന്നത് ഈ കരിയില, ഇത് കമ്പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇട്ടിരുന്ന കരിയിലയാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല രീതിയിൽ തന്നെ നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് കരിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയാണ് നമ്മൾ ഇതിനകത്തോട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന പോട്ടി മിക്സർ ഇടാൻ പോകുന്നത്. ഈ കരിയില ഇട്ട് കൊടുത്തതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ, വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ കരിയിലയാണെന്നുണ്ടെങ്കിൽ അങ്ങ് കമ്പോസ്റ്റായി മാറുകയും വളമായി മാറുകയും ചെടിക്ക് ആവശ്യമായ വളം കിട്ടുകയും ചെയ്യും. പെട്ടെന്നുള്ളൊരു ഗ്രോത്ത് ചെടിക്കുണ്ടാവുകയും ചെയ്യും.
ഇപ്പം നമ്മുടെ ഗ്രോ ബാഗിൻ്റെ ഏകദേശം 1/4 ഭാഗം നിറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മളാണെങ്കിൽ ചെടി നട്ട് കഴിഞ്ഞ് 10 ദിവസങ്ങൾക്ക് ശേഷമായിരിക്കും ആദ്യത്തെ വളം ചെയ്യുന്നത്. നമ്മൾ സ്ലറി രൂപത്തിലുള്ള എന്തെങ്കിലും വളമായിരിക്കും നമ്മൾ ചെടിക്ക് ആദ്യമേ കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും എപ്പോഴെങ്കിലും മണ്ണ് അതേപോലെ തന്നെ വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് നമ്മൾ ഈ ബാക്കി ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ ഗ്രോ ബാഗിൻ്റെ ഈ സൈഡുകൾ നമുക്കങ്ങ് മടക്കി കൊടുക്കാം. അതായത് നമ്മളിപ്പോൾ ഏതെങ്കിലും പ്ലാന്റ് ചെടി നടുകയാണെന്നുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഈ പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കിയത് വെജിറ്റബിൾസ് നടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഇതിനകത്ത് ക്യാപ്സിക്കത്തിൻ്റെ തയ്യ നടാൻ പോകുന്നത്. അപ്പോൾ ഈ ചെടി ഇതിനകത്ത് കിളിച്ച് വരുന്ന സമയത്ത് നല്ല രീതിയിൽ സൂര്യപ്രകാശം കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ അത് സഹായിക്കും. അപ്പോൾ ഇത് കവർ ചെയ്ത് ഇരുന്ന് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല. അപ്പം ഇതിനകത്തേക്ക് നമുക്ക് ആദ്യമേ ചെറിയൊരു നന കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് നടാം. എടുത്തോ. ചെറിയ രീതിയിലുള്ളൊരു നനയാ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ചെടി നടാം. ഞാനിവിടെ നടാൻ പോകുന്നത് ഇത് ക്യാപ്സിക്കത്തിൻ്റെ തൈയാണ്. 4 ഇല പ്രായമായ 2 തൈകളാണ് ഇതിനകത്തുള്ളത്. അതിൽ ഒരു ആരോഗ്യമുള്ള ഈ ഒരു തൈ തന്നെ ഇതിനകത്തോട്ട് നമുക്ക് നടാം. അതിൻ്റെ വേരൊന്നും പോകാതെ എടുത്ത് നടാം. ഇതിൻ്റെ നടുക്ക് തന്നെ ഒരു ചെറിയ സ്പേസ് ഉണ്ടാക്കി നമുക്ക് ഈ ചെടി ഇതിനകത്ത് നടാം. ചുറ്റുമുള്ള മണ്ണ് അതിനകത്തോട്ട് നീക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിന് നല്ല രീതിയിൽ തന്നെ ഒരു നന കൊടുക്കാം. ഇനി ഈ ചെടിക്ക് ഏകദേശം 10 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും ആദ്യത്തെ വളപ്രയോഗം ചെയ്യുന്നത്. സ്ലറി രൂപത്തിലുള്ള വളമായിരിക്കും ആദ്യമേ കൊടുക്കുന്നത്. അതിനുശേഷമായി അടുത്ത ഓരോ ഘട്ടം ചെടിയുടെ വളർച്ച അനുസരിച്ചായിരിക്കും വീണ്ടുമുള്ള വളപ്രയോഗങ്ങൾ. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ഗ്രോ ബാഗ് നിറയ്ക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നിങ്ങളുടെ ചെടികളൊക്കെ നന്നായിട്ട് വളർത്തിയെടുക്കാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കുക. അപ്പം ഇതിനകത്ത് പ്രത്യേകമായിട്ട് ഞാൻ ചേർത്തതെന്ന് പറഞ്ഞാൽ മണ്ണിര കമ്പോസ്റ്റാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾ മണ്ണിര കമ്പോസ്റ്റും കൂടി ഒന്ന് ചേർത്തിട്ട് നിങ്ങൾ ഈ രീതിയിലൊന്ന് പോട്ടി മിക്സർ തയ്യാറാക്കി പച്ചക്കറിയൊക്കെ ഒന്ന് കൃഷി ചെയ്ത് നോക്കുക.